വൺസ് ആ ഹാബിറ്റ് വരുമ്പോൾ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ യു കാൺ സ്റ്റോപ്പ് ഇറ്റ്, യു കാൺ ലിവ് വിതൗട്ട് ഇറ്റ്. ഈ അലീക്ക ഒരു ദിവസം വീട്ടിൽ പടവ് പണിക്ക് വന്നപ്പോൾ ഞാൻ അലീക്കനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അലീക്ക വലിയൊരു പഴയ ഒരു വണ്ടി സൈക്കിളിലാണ് വരിക. പുള്ളി ഇങ്ങനെ ഓരോ കല്ലെടുത്ത് വെക്കുമ്പോൾ ഞാൻ ബോഡീനെ ഇങ്ങനെ നോക്കി നിൽക്കും. കുറേ മസിൽ ഫൈബേഴ്സൊക്കെ അങ്ങനെ അത്രയും ഡിഫൈൻഡ് ആയിട്ട് കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ അല്ലാത്തൊരു ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു ഡിസിപ്ലിനിലേക്ക് വരാൻ ദേ നീഡ് സം മോട്ടിവേഷൻ ഓഫ് കോഴ്സ്. പക്ഷേ ആ മോട്ടിവേഷനെ കുറേ കാലം ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു യൂണീക്ക് ഇൻഡിവിജ്വലാണ്. അതായത് കഴിഞ്ഞ 2 പതിറ്റാണ്ടോളം ഫിറ്റ്നസ് ജേർണിനകത്ത്, ഫിറ്റ്നസ് ഫീൽഡിനകത്ത് സജീവമായിട്ടുള്ള ഒരാളാണ്. ഇവിടെ നമ്മൾ പലരും 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോഴാണ് 20 വർഷത്തോളം ആൾ അത്രയ്ക്ക് ഡീപ്പായിട്ട് ഫിറ്റ്നസ്സിനകത്തുള്ളത്. ഫിറ്റ്നസ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ സ്പോർട്ട്. സൈക്ലിംഗ് ആവട്ടെ, കലിസ്റ്റിക്സ് ആവട്ടെ, സ്വിമ്മിങ് ആവട്ടെ, അല്ലെങ്കിൽ ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് ആവട്ടെ, എല്ലാ രീതിയിലും ഞാൻ ആളെ കണ്ടിട്ടുണ്ട്. ആളുടെ പേര് ശ്രീജിത്ത് അല്ലെങ്കിൽ ടാർസൻ യോഗി. ശ്രീജിത്ത് ബ്രോ, താങ്ക് യു. നമുക്ക് ഇനീഷ്യലി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പല കാര്യം വിട്ടുപോയിട്ടുണ്ടോയെന്ന് അറിയാം. എനിക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാമോ? യെസ്, എൻ്റെ പേര് ശ്രീജിത്ത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വന്നതിന് ശേഷം ടാർസൻ യോഗി എന്ന് എല്ലാവരും വിളിക്കും. അങ്ങനെ ആ സോഷ്യൽ മീഡിയ ഹാൻഡിലിൻ്റെ പേരൊക്കെ ഉള്ളത്. ഞാനൊരു ആനിമേറ്ററായിട്ടാണ് എൻ്റെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്. അറിയില്ല. ഞാനൊരു അനിമേറ്ററാണ്. ഞാൻ 10 long years അനിമേഷൻ, ഗ്രാഫിക്സ്, ആർട്ടൊക്കെ ആയിരുന്നു എൻ്റെ ജോബ്. അതിന് സ്വിച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ളത്. അറൗണ്ട് 8 to 9 years ആയി ഇപ്പോൾ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ. സോ എൻ്റെ സ്വദേശം പരപ്പനങ്ങാടിയാണ്. ഇവിടെ കാലിക്കറ്റിൽ ഒരുപാട് ജിമ്മുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്രോം ഫിറ്റ്നസ് ഇപ്പോൾ നമ്മളാണ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്വന്തമായിട്ട് ഒരു ജിമ്മുണ്ട്, ബാർബേറിയൻസ് എന്നാണ് പേര്. അത് പെരുന്തമണ്ണ അങ്ങാടിപ്പുറത്താണ്. 8-9 years എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. 8 ജോബ് സ്വിച്ച് ചെയ്തിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ആസ് എ ട്രെയിനർ ഈ കരിയർ എടുത്തിട്ട് 8-9 years ആയി. പക്ഷേ ഫിറ്റ്നസ് മോർ ദാൻ 20 years ആയിട്ട് എൻ്റെ കൂടെയുണ്ട്. ഞാൻ എൻ്റെ ഒരു 16-17 ആ പ്രായത്തിലാണ് ഇതിലേക്ക് വരുന്നതും കണ്ടിന്യൂസ് ആയിട്ട് ഈ വർക്കൗട്ട്സ്. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ സംശയിക്കട്ടെ. അതായത് ഈ ഫിറ്റ്നസ്, അതായത് ഒരുവിധം ഫിറ്റ്നസ്സിനകത്തൊക്കെ ഉണ്ട്, ഒരുവിധം എല്ലാം. ഞാൻ ഏത് സ്പോർട്സിൻ്റെ, കാലിക്കറ്റ് ഒരു റണ്ണിങ്ങിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ അതിനകത്തുണ്ടാവും, സൈക്ലിങ്ങിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ അതിനകത്തുണ്ടാവും. സോ എല്ലാ രീതിയിലും ഉണ്ട്. ഇപ്പം ഫിറ്റ്നസ് എന്ന് പറയുന്നത് വളരെയധികം ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. അതിനകത്തൊരു മെയിൻ ഭാഗമായിട്ടുള്ളത് ഈസ് ആക്ച്വലി സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഫിറ്റ്നസ്സിൽ മാത്രമല്ല എല്ലാത്തിലും ഉണ്ട്. പക്ഷേ 20 years എന്ന് പറയുന്ന സമയത്ത്, ആ സമയത്ത് ലൈക്കോ കമൻറ്റോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. സോ ആ ഒരു സമയത്ത് വാട്ട് മെയ്ഡ് യു ഗെറ്റ് ഇൻ ടു ഫിറ്റ്നസ്? യെസ്, കാരണം ഞാൻ 86 ഞാൻ ജനിച്ചത്. അപ്പോൾ ഞാൻ ഒരു 90 കിഡ്സ് എന്നൊക്കെ പറയാം, വളരെ പുറകിലാണ്. സോ ആ സമയത്ത് ഫോൺ പോലും ഇല്ല, മൊബൈൽ ഫോൺ പോലും ആരുടെ കയ്യിലും ഇല്ല. പക്ഷേ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഒരു ഒറ്റപ്പാലം നാട്ടുമ്പുറത്താണ്. ചെറിയൊരു വീടും ചുറ്റും പാടങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പ്രദേശത്ത് സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് വളർന്ന ഒരു ആളായിരുന്നു ഞാൻ. പക്ഷേ ആ സമയത്ത് എനിക്കൊരു 6th standard 7th standard പഠിക്കുമ്പോഴും എനിക്ക് ഒരു നല്ല ഫിസിക്കിനോടുള്ള ഒരു ആഗ്രഹം വരാൻ കാരണമുണ്ടായ 1-2 ഇൻസിഡൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ പണിക്കാരായിട്ടുള്ള 1-2 പേരെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ലൈക്ക് അലി എന്ന് പറഞ്ഞിട്ടുള്ള അലിക്ക ഉണ്ടായിരുന്നു. അലി എന്ന് പറയും, പടവ് പണിക്കാരനാണ്. പുള്ളി പടവ് പണിക്കാരനാണ്. അതുപോലെ തന്നെ തെങ്ങ് കയറുന്ന, കള്ളി ചെത്തുന്ന കുറച്ച് പേര്. സോ എല്ലാ ആൾക്കാരെയും നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ, സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും കാണുമ്പോഴൊക്കെ ഇവരെ കാണുമ്പോൾ നമുക്ക് അവരുടെ ശരീരം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വെൽ ബിൽട്ടാണ്, വൈറ്റ് ചെസ്റ്റ്, ബിഗ് തൈസ്, മറ്റേ കൊടുവയറും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛൻ ഫിറ്റായിരുന്നു, പക്ഷേ വയറൊക്കെ ഉണ്ട്. അപ്പം ഈ അലീക്ക ഒരു ദിവസം വീട്ടിൽ പടവ് പണിക്ക് വന്നപ്പോൾ ഞാൻ അലീക്കനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അലീക്ക പഴയ ഒരു വണ്ടി സൈക്കിളിലാണ് വരിക. അപ്പോൾ പുള്ളിയുടെ ചുറ്റിക്കും സാധനങ്ങളായിട്ട് വരും. ഒരു 6 അടി ഉയരവും, കറുത്തിട്ട് വെൽ ബിൽറ്റായിട്ടുള്ള ഒരാളാണ്. പുള്ളി ഇങ്ങനെ ഓരോ കല്ലെടുത്ത് വെക്കുമ്പോൾ ഞാൻ ബോഡീനെ ഇങ്ങനെ നോക്കി നിൽക്കും. കുറേ മസിൽ ഫൈബേഴ്സൊക്കെ അങ്ങനെ അത്രയും ഡിഫൈൻഡ് ആയിട്ട് കാണാം. അപ്പോൾ വാവ് എന്നുള്ളൊരു ഫീല് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ തെങ്ങ് കയറാൻ വേണ്ടി ആൾ വരുന്ന സമയത്ത് സെയിം. സോ അപ്പോൾ അത് കാണുമ്പോൾ ഇത് എന്തൊരു ഭംഗിയായി, ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊരു സംഭവം വരും. അപ്പോൾ അതിനോടുള്ളൊരു ഇഷ്ടം അന്നു പോലെ തുടങ്ങിയത്. ഈ ഫിറ്റ്നസ് അർണോൾഡും അതുപോലെ ഫിലിം സ്റ്റാർസൊക്കെ പിന്നെയാണ് നമ്മൾ കാണുന്നതും. അവരൊരു ഇൻസ്പയർ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഇവരൊക്കെയാണ് എനിക്കിതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ളൊരു കാരണം. ഫിലിം സ്റ്റാർസിൻ്റെ കാര്യം വരുന്ന സമയത്ത് ആ ഒരു ഫിസിക് ഈസ് ലൈക്ക് എല്ലാവരും പറയുന്നത് ഓൾമോസ്റ്റ് അൺഅറ്റൈനബിൾ ആണ്, ഇഫ് ലൈക്ക് അൺലെസ് ഓർ അൺടിൽ ഇഫ് യു ആർ ഫോളോയിങ് എ സ്ട്രിക്റ്റ് ആൻഡ് ലൈക്ക് വെരി ഡിസിപ്ലിൻഡ് ലൈഫ്. അപ്പം അതങ്ങനെ. സോ എനിക്ക് വേറൊരു സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഫിറ്റ്നസ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പടവ് ചെയ്യുന്ന ആൾ, തെങ്ങ് കയറുന്ന ആൾ എന്നൊരു രീതിനകത്ത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് മറ്റേ നടക്കാനുള്ള അല്ലെങ്കിൽ ജോഗ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ വന്നു, പാർക്കുകൾ വന്നു, പിന്നെ കൂടുതൽ ജിമ്മുകൾ വന്നു. സോ ഇതെനിക്ക് തോന്നുന്നു ശ്രീജിത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു മാറ്റത്തിനകത്ത് ലൈക്ക്
അക്രോസ് ദിസ് 20 years എന്തൊക്കെയാണ് മെച്ചപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനെ നമുക്ക് മിസ്സായി പോയിട്ടുള്ള കാര്യങ്ങളായിരുന്നു? തീർച്ചയായിട്ടും. സോ ഞാൻ നോക്കുമ്പോൾ ഞാൻ വർക്കൗട്ട് ഒരു +2 ഒക്കെ കഴിയുന്ന സമയത്ത് എനിക്ക് ആർമിയിൽ പോകാനുള്ളൊരു ആഗ്രഹം ഉണ്ടായി. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരുന്നു അന്ന് ആഗ്രഹം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ എൻ്റെ ഫിറ്റ്നസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീക്കും, 4 മണിക്ക് എണീറ്റും, ഓടാൻ പോവും, 2 മരത്തിലൊരു വടി വെച്ച് കെട്ടിയിട്ട് പുള്ളപ്സ് ചെയ്യും, ഒരു പുഷപ്പ് സ്റ്റാൻഡ് ഉണ്ട് എനിക്ക്, അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. സോ അങ്ങനെയൊക്കെയാണ് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ അതൊരു ഹാബിറ്റായി മാറി. പിന്നെ ആ സമയത്താണ് 5 കിലോമീറ്റേഴ്സ് അപ്പുറത്ത് ഒരു പുതിയൊരു ജിമ്മ് കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിച്ചു, ലൈക്ക് എനിക്ക് ജിമ്മിൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതൊന്നും വേണ്ട, അടങ്ങിയിരുന്നോ, പഠിത്തത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ അവരെ കുറ്റം പറയല്ല, പക്ഷേ അങ്ങനെയായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് അപ്പോഴും അതൊരു സ്വപ്നമായിരുന്നു, നല്ലൊരു വെൽ ബിൽഡ് ബോഡി ഉണ്ടാക്കണം. അന്ന് കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കും, ഇയാൾ അങ്ങനെയാണ്, മിസ്റ്റർ കേരളയാണ്, മിസ്റ്റർ ഒറ്റപ്പാലമാണ്, മിസ്റ്റർ പാലക്കാടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക സെലിബ്രിറ്റി ഫേസ് ആണ് അന്ന്. പക്ഷേ ജിമ്മിലൊന്നും അന്ന് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, അൺഫോർച്ചുനേറ്റ്ലി പോകാൻ കഴിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പാക്കുകൾ വന്നു തുടങ്ങി, ആൾക്കാർ ജോഗിങ്ങിന് വന്നു തുടങ്ങി, പോകാൻ തുടങ്ങി, ഫിറ്റ്നസ് ഇങ്ങനെ വളർന്ന് തുടങ്ങി. ജിമ്മുകളിലാണ് അധികം ഫിറ്റ്നസ്. നമ്മുടെ നാട്ടിൻപുറത്തെ ജോലി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട്, അതായത് ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുടെ ഫിറ്റ്നസ് ആൾക്കാരുടെ ജീവിത രീതി മാറുന്നതിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കുക. സോ അവർക്ക് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പേസിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു തുടങ്ങി. അങ്ങനെയാണ് ജിമ്മുകളും കാര്യങ്ങളും വന്നു തുടങ്ങിയത്. അവരുടെ സമയം പരിമിതമാണ്. സോ അവർക്ക് സമയത്തിന് സൗകര്യത്തിന് പോയി വർക്കൗട്ട് ചെയ്യാം. സോ അവിടുന്ന് ബേസിക് ഒരു എല്ലാ ജിമ്മുകളിലുള്ള പോലെ തന്നെ ബോഡി ബിൽഡിംഗ് കൺസെപ്റ്റാണ് എല്ലാവരും മനസ്സിലും അന്ന് ഉണ്ടാവുക. എല്ലാവർക്കും ബോഡി ഉണ്ടാക്കണം. ഒരു എസ്പെഷ്യലി ഒരു ടീനേജ് ആ സമയത്തൊക്കെ എല്ലാവർക്കും നല്ല അത് ഋത്തിക് റോഷനൊക്കെ കത്തി കയറി വരുന്ന സമയം. അപ്പോൾ കഹോന പ്യാരയൊക്കെ, അപ്പോൾ അങ്ങനത്തെ ബോഡി ഉണ്ടാക്കണം. സോ അതൊന്ന് മാറി ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ഫിറ്റ്നസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. ടെക്നോളജീസ് അത്രയും വന്നു. ആൾക്കാർ കൂടുതലും കലോറിയിലും ഡെഫിസിറ്റിലും അതുപോലെ ടെക്നോളജീസിലും എന്താ പറയുക BMI അല്ലെങ്കിൽ BMR കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, മസിൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ട്രാക്കിംഗ് സിസ്റ്റംസ് വന്നു, വാച്ചുകൾ വന്നു, എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ജിമ്മുകൾ വന്നു, അതുപോലെ തന്നെ ഈവൻ EMS പോലെയുള്ള ടെക്നോളജീസ് വന്നു, ഒരു സ്യൂട്ട് ഇട്ടിട്ട് ചെയ്യുന്ന. സോ അത്രയും കുറഞ്ഞ ടൈമും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിറ്റ്നസ് ഇൻഡസ്ട്രി അത്രയും വളർന്നിട്ടുണ്ട്. പക്ഷേ അവിടെ അതൊക്കെ നല്ലത് തന്നെ, കാരണം ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് ടെക്നോളജി ഒക്കെ വളരണം. പക്ഷെ അവിടെ ഞാൻ നോക്കുന്ന സമയത്ത് ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം ആൾക്കാർക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ളൊരു കണക്ഷൻ. സോ ട്രൂ ഹ്യൂമൻ എന്ന് പറയുന്നത് നാച്ചുറൽ റോ ആയിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ ബോഡിയും നമ്മുടെ സിസ്റ്റംസും എല്ലാം. സോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് കുറേ മാറി നിന്നിട്ടാണ് ഇപ്പോൾ ലൈഫ് പോകുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ട്രൂ നാച്ചുറൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു സാധനം ലാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബേസിക്കലി ബേസിക് ഹ്യൂമൻ മൂവ്മെൻറ്റ്സ്. ഇപ്പം എൻ്റെ കേസിനകത്ത് പറയുകയാണെങ്കിൽ പാർക്കോറിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഇസ് ദാറ്റ്, ലൈക്ക് പണ്ട് ഞാൻ ഇടയ്ക്ക് പറയുമായിരുന്നു, പണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറിയിരുന്നു, ഇപ്പം നമ്മളെ കൊണ്ട് കയറാൻ വേണ്ടി സ്റ്റെപ്പ് ഉണ്ട്. അപ്പം സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എന്താ പറയുക സ്ട്രെങ്ത് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് നിൽക്കുക, നടക്കുക, ചാടുക, ലൈക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എനിക്ക് ഭയങ്കര എന്നെ എത്രയ്ക്ക് ക്യൂരിയോസിറ്റി ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ശ്രീത്തിൻ്റെ ട്രെയിനിങ്ങിനകത്ത് ഐ ഫോളോ യു ആൻഡ് ലൈക്ക് ഐ റെഗുലർലി സീ യുവർ സ്റ്റോറീസ്. ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് ജിമ്മിൽ പോകാൻ ഫണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് ഐ ഓൾവേസ് സീൻ യു ട്രെയിൻ അറ്റ് വിയേർഡ് പ്ലേസസ്. അതായത് ഒരു മാവിൻ്റെ കൊമ്പാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ് ഫോർ യു ടു ട്രെയിൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്ലാണെന്നുണ്ടെങ്കിൽ കല്ല് പൊക്കിയിട്ടാണെങ്കിലും ദാറ്റ്സ് ഇനഫ് ഫോർ യു ടു ട്രെയിൻ. ഇതിനകത്ത് ലൈക്ക് ഈസ് ഇറ്റ് സംതിങ് ദാറ്റ് യു ഡെവലപ്ഡ് ഇൻറ്റൻഷനലി, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആവേണ്ടി വന്നതാണ്? ഇതിന് 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ വളർന്നു വന്ന സാഹചര്യം എന്നെ എന്താ പറയുക അത്രയും സ്വാധീനിച്ചിട്ടുണ്ട്. നാച്ചുറലായിട്ട് കണക്ട് ചെയ്യാനും അത്രയും എൻ്റെ ഗ്രോയിങ് സ്റ്റേജ് മൊത്തം പാടത്തും പറമ്പിൽ ഓടിയിട്ടും മരങ്ങളിൽ കയറിയിട്ടും. സോ എനിക്ക് നാച്ചുറലായിട്ട് അത്രയും ഇഷ്ടമാണ്, അത്രയും കണക്റ്റഡാണ് ഞാൻ. അപ്പോൾ ആ ഒരു കണക്ഷൻ എനിക്ക് മിസ് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമാണ്. സോ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ഞാൻ ഔട്ട്ഡോറിൽ ഇറങ്ങും. എനിക്ക് ആ ഫ്രഷ് എയറും പച്ചപ്പും കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് തരുന്ന ഒരു കണക്ഷനും ഒരു ഹാപ്പിനെസ്സും വേറെയാണ്. ഈവൻ ഇന്നലെ വരെ ഞങ്ങൾ ട്രെയിനിൽ പോയുള്ളൂ, വാഴയൂർ നമ്മുടെ ക്ലയൻസിനെ കൊണ്ട് പോയി. സോ അത് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി മാത്രമല്ല, അവരെ കുറച്ചും കൂടി നാച്ചുറലായിട്ട് കണക്ട് ചെയ്യിക്കാനും, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ടും നാച്ചുറലിനെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില സമയത്തൊന്നും ജിമ്മിൽ പോകാൻ നമുക്ക് പൈസ ഉണ്ടാവില്ല.
പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാനോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കാനോ ഒന്നും പൈസ ഉണ്ടാവില്ല. ചിലപ്പോൾ ജോലി പല സ്ഥലത്തായിരിക്കും. ഞാൻ അനിമേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ജോലി പല IT കമ്പനികളിലൊക്കെ ആയിരിക്കും. സോ ജിമ്മ് ആക്സസ് ഉണ്ടാവില്ല. സോ വീട്ടിൽ അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ റൂട്ടീൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഡേയിൽ ഒന്ന് വേർത്ത് ബോഡിക്ക് വേണ്ട ഒരു പുഷ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടില്ല. അതൊരു ഹാബിറ്റായി മാറുമ്പോൾ നിങ്ങൾ അതിനൊരു വഴി കണ്ടുപിടിക്കും എന്നുള്ളത്. ഒരു മതിലിൻ്റെ കോർണർ ആണെങ്കിലും യു ക്യാൻ ഡു ഡിപ്സ്, യു ക്യാൻ ഡു സ്ക്വാറ്റ്, യു ക്യാൻ ജംപ്, യു ക്യാൻ പുൾ, യു ക്യാൻ പുഷ്. സോ എവിടെ ആയാലും നമുക്ക് ക്രിയേറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്താ പറയുക, ഏത് സർക്കംസ്റ്റാൻസസിലും നമ്മുടെ ഹാബിറ്റിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരില്ല. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫെസിലിറ്റി വേണ്ടി വരും, സർട്ടൻ കണ്ടീഷൻസ് വേണ്ടി വരും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി. അതായത് ഞാൻ അധികം പേരും പറഞ്ഞ് കണ്ടിട്ടുള്ള സംഭവങ്ങൾ, എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഗ്ലൗസ് വേണം, എനിക്ക് ഷൂ വേണം, അങ്ങനെ വേണമെന്ന് കുറേ കാര്യങ്ങൾ വെച്ച് എല്ലാം റെഡിയാക്കി വർക്ക്ഔട്ട് ചെയ്യാൻ ഇറങ്ങുന്നതിന് പകരം ലൈക്ക് യു ജസ്റ്റ് ഗോ റോ, ഇതുള്ളൂ, ഫൈൻ വിൽ ഡു ഇറ്റ്. ആ സംഭവം ആ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിലുള്ള സംഭവം യു ബീൻ ഡൂയിങ് ദിസ് ഫോർ 20 years. അപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടുള്ളൊരു സംഭവമാണ് യു ഡോണ്ട് നീഡ് മോട്ടിവേഷൻ, യു നീഡ് ഡിസിപ്ലിൻ എന്നുള്ളൊരു സംഭവം. ഇതിനകത്ത് ലൈക്ക് ഐ ഹാഡ് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. ഞാൻ ഇടയ്ക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് യു നീഡ് മോട്ടിവേഷൻ, അറ്റ് ടൈംസ് യു നീഡ് മോട്ടിവേഷൻ. പക്ഷേ വെൻ ഇറ്റ്സ് കം ടു യു ഫോർ 20 years കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേഷൻ കിട്ടുക എന്നുള്ളത് ഇസ് നോട്ട് പോസിബിൾ. ഇറ്റ്സ് എൻറ്റയർലി നോട്ട് പോസിബിൾ. സോ ഇറ്റ്സ് മോർ ഇൻ ടു ഡിസിപ്ലിൻ സ്റ്റഫ്. എങ്ങനെയാണ് ആ ഒരു സംഭവം യു ആർ keeping it up for 20 years? സോ ഇതിന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു 17th സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എനിക്ക് ആർമി ആയിരുന്നു എനിക്ക് മോട്ടിവേഷൻ. ഡിഫൻസിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ടും എല്ലാ റിക്രൂട്ട്മെൻറ്റിലും ഞാൻ പുറത്താക്കപ്പെടും. പക്ഷേ ഐ വാസ് ഫിറ്റ്. പക്ഷേ എല്ലാ വർഷവും പ്രിപ്പയർ ചെയ്യും. ഞാൻ ഫിസിക്കൽ ടെസ്റ്റിന് എനിക്ക് കയറാൻ പറ്റില്ല. ഫസ്റ്റ് ഹൈറ്റ് ചെക്ക് ചെയ്യും, പുറത്ത് പോകും. സോ ഭയങ്കര വേദനയാവുള്ളില്ല, നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇത്രയും എഫേർട്ട് ഒരു ഹാബിറ്റായി മാറി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വൺസ് ആ ഹാബിറ്റ് വരുമ്പോൾ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അറ്റ്ലീസ്റ്റ് 3 years നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ യു കാൺ സ്റ്റോപ്പ് ഇറ്റ്, യു കാൺ ലിവ് വിതൗട്ട് ഇറ്റ്. അതില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. പിന്നെ സെർട്ടൻ പോയിൻറ്റ്സിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണം. എല്ലാവരും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ലൈഫ് ഡിസിപ്ലിനിൽ നിന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ രോഗാവസ്ഥയാവാം, എന്തോ ആവാം, അല്ലെങ്കിൽ ഇഞ്ചുറി ആവാം, അല്ലെങ്കിൽ ബാഡ് ലൈഫ് സ്റ്റൈൽ ആവാം, അല്ലെങ്കിൽ പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാവാം. സോ അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ അല്ലാത്തൊരു ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു ഡിസിപ്ലിനിലേക്ക് വരാൻ ദേ നീഡ് സം മോട്ടിവേഷൻ, ഓഫ് കോഴ്സ്. പക്ഷേ ആ മോട്ടിവേഷനെ കുറേ കാലം ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. സോ ഇറ്റ്സ് ഗുഡ് ടു സ്റ്റാർട്ട് സംതിങ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി അത് സെൽഫ് മോട്ടിവേഷനിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ബേസിക്കലി ഫോർ എ ബിഗിനർ യു നീഡ് മോട്ടിവേഷൻ. ഫോർ പ്രോ ഓർ ഇന്റർമീഡിയറ്റ് ആയി കഴിഞ്ഞാൽ അത് ഒരു സെൽഫ് മോട്ടിവേറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നല്ലതാ. പിന്നെ നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അത് പിന്നെ ഒരു ഹാബിറ്റായി മാറും. നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയി ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടോക്കിംഗ് അബൌട്ട് ഹാബിറ്റ്സ്, ഐ ഹവ് സീൻ യു ഗോ ടു എൻഡ്യൂറൻസ് ചലഞ്ചസ്, അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പോയില്ലായിരുന്നോ അരുണാചൽ പോയത്. അപ്പം ഒരുവിധം ചലഞ്ചസിനകത്തും അല്ലെങ്കിൽ അങ്ങനത്തെ സ്പോർട്സ് ചലഞ്ചസിനകത്ത് സ്ഥിരമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രയാത്ലോൺ ആയി കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാലും വാട്ട് ഈസ് ഇറ്റ് ലൈക്ക്? ഇറ്റ്സ് എന്തെങ്കിലും വീണ്ടും പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എൻ്റെ ലിമിറ്റ് പുഷ് ചെയ്യാനുള്ളൊരു സംഭവമാണോ, അല്ലെങ്കിൽ ഇസ് ജസ്റ്റ് അനദർ ക്രേസ്? എപ്പോഴും എനിക്ക് പണ്ട് മുതലേ പുതിയ ചലഞ്ചസ് ഇടാൻ ഇഷ്ടമാണ്. എന്നെ പുഷ് ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ പോസിബിലിറ്റീസ് കണ്ടുപിടിക്കാനുള്ളൊരു ത്രൈവ് ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡി അതുപോലെ ഹ്യൂമൻ സ്പിരിറ്റ് ഭയങ്കര സംഭവമാണ്. പക്ഷേ നമ്മളെല്ലാവരും നമ്മളൊരു കംഫർട്ട് സോണിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് സഹിക്കില്ല. ബട്ട് നമുക്ക് ഇമ്മൻസ് പോസിബിലിറ്റീസ് ഉണ്ട്. സോ അതിന് നമുക്ക് എന്ത് വേണം? ചലഞ്ചസ് വേണം. അതുകൊണ്ടാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ്. 99% ആൾക്കാർക്കും ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എയ്തർ ഗെയിനിങ് മസിൽസ് ഓർ ലൂസിങ് ഫാറ്റ്. സോ അതിനേക്കാൾ വലിയൊരു ബ്രോഡ് സബ്ജക്റ്റാണ് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നമുക്ക് ഡെത്ത് വരെ ലൈഫ് സർവൈവ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ആക്ച്വലി ഫിറ്റ്നസ്. സോ ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളതും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളതും ഏത് സർക്കംസ്റ്റാൻസസിലും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മളെ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഫിസിക്കലി, സൈക്കോളജിക്കലി, മെൻ്റലി ഒക്കെ ആ ഒരു ഫിറ്റ്നസ് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ അതിന് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ചലഞ്ചസിൽ നമ്മളെ കൊണ്ടുപോയി ഇടണം, ഒരു സർവൈവൽ മോഡിലേക്ക് കൊണ്ടുപോയി ഇടണം. അപ്പോഴാണ് യെസ്. സോ നമുക്ക് നമ്മുടെ ലൈഫ് ഭയങ്കര കംഫർട്ടബിൾ ആയത് കാരണം നമുക്ക് ചലഞ്ചസ് ഒന്നുമില്ല. സോ യു ഹാവ് ടു ഗിവ് സം ചലഞ്ചസ് ടു യുവർ സെൽഫ്.
അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ യു വിൽ വർക്ക് ഫോർ ഇറ്റ്, യു വിൽ ലേൺ സംതിങ് ന്യൂ. ഇവിടെ നമുക്കൊരു UFC ഒരു ഫൈറ്റർ ഉണ്ട്, ലൈക്ക് ടോണി ഫെർഗസൺ എന്ന് പറഞ്ഞിട്ട്. സോ പുള്ളിക്കാരൻ ലൈക്ക് ആളെ പറ്റി പല കോൺട്രവേഴ്സി ഉണ്ട്, പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്. ലൈക്ക് ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു പരിക്ക് പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, യു ടേക്ക് എ ടൈം, യു തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ദെൻ യു കം റൈറ്റ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, വെൻ ഐ ഗെറ്റ് ഹേർട്ട് ഐ ലവ് ഇറ്റ്, ലൈക്ക് ആസ് ദ മോസ്റ്റ് റിയലസ്റ്റ് ഫീൽ എവർ എന്നുള്ള സംഭവം. അതുപോലെ ശ്രീത്തിൻ്റെ വീഡിയോസ് ആയി കഴിഞ്ഞാലും ഫോട്ടോസ് ആയി ഈവൻ വർക്കൗട്ടിൻ്റെ കാര്യം നേരിട്ട് കാണുന്ന ആയി കഴിഞ്ഞാലും യു ലവ് ഇറ്റ്, യു ലവ് ബീയിങ് ദെയർ. എല്ലാ ഈ പറയുന്ന പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിലും ഇവൻറ്റുകളാണെന്നുണ്ടെങ്കിലും യു ലവ് ബീയിങ് ദെയർ. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു സംഭവം ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഐ റിയലി അഡ്മയർ യു ഫോർ ദാറ്റ്. അതിനകത്ത് വേറൊരു സംഭവം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം യു ആർ ഗോയിങ് ടു ട്രെയിൻ സമ്മൺ, ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുകയാണ്, ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാൾ, ഒരു 50 years മുകളിലുള്ള ഒരാൾ, രണ്ടുപേർക്കും കോമൺ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിലും മാറ്റാത്ത രീതിയിൽ? മനസ്സിലായി. സോ ഈ രണ്ട് ഏജ് കാറ്റഗറി ആണെങ്കിലും എനിക്ക് പറയാനുള്ളത് അവരുടെ ഒരു കറണ്ട് ഫിറ്റ്നസ് ലെവൽ എന്താണെന്നുള്ളതിനുള്ളൊരു ധാരണ അവർക്ക് വേണം. ഇപ്പോൾ ഒരു യങ്സ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയൊരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുക, പുള്ളിക്ക് എന്താവണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഗോളിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവണം. പുള്ളി എന്താ പറയുക, ഒരു 30 അല്ലെങ്കിൽ 35 വരെയൊക്കെ പുഷ് ചെയ്യാൻ മാക്സിമം പറ്റും. കാരണം ഹീസ് യങ്, സോ മാക്സിമം പോസിബിലിറ്റീസ് അയാൾക്ക് കൊണ്ടുവരാൻ പറ്റും. അഡാപ്റ്റേഷൻസ് ഫാസ്റ്റ് ആയിരിക്കും, ബ്രെയിൻ അഡാപ്റ്റേഷൻസും ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസും ഒക്കെ ഫാസ്റ്റ് ആയിരിക്കും ആസ് കമ്പയർഡ് ടു 50 year old. സോ 50 year old ഏജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോഴത്തെ നമ്മുടെ ഒരു എന്താ പറയുക ഫിറ്റ്നസ് ലെവൽ എന്താണ്, നമുക്ക് എത്ര വരെ പുഷ് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു ബേസിക് സ്ട്രെങ്ത്തും എൻഡ്യൂറൻസാണ് നമുക്ക് അവിടെ വേണ്ടത്. അവിടെ നമ്മളൊരു കോമ്പറ്റീഷന് പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ ചിലപ്പോൾ നടന്നോളുന്നില്ല. പക്ഷെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത തരത്തിൽ ഉള്ള ഒരു ഫിറ്റ്നസ് സ്ട്രെങ്ത്തും ബേസിക് എൻഡ്യൂറൻസും മൊബിലിറ്റിയും എല്ലാം ബിൽഡ് ചെയ്യുന്ന തരത്തിലായിരിക്കണം അയാൾ പ്ലാൻ ചെയ്യേണ്ടത്. സോ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വ്യക്തമായ ഗോൾ വേണം. ദേ ക്യാൻ പുഷ് ഹാർഡർ, ബട്ട് അപ്പോഴത്തെ ഫിറ്റ്നസ് ലെവലിനനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യേണ്ടത്. യെസ്, ഓക്കെ. ഇത് വേറൊരു സംഭവം എന്നുള്ളത്, നമ്മൾ ഈ 90s കിഡ് യൂഷ്വലി PDF ഫില്ല് ചെയ്യാൻ പോലും അറിയാത്തവരാണെന്നുള്ളൊരു കരക്കമ്പി നാട്ടിലെല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇൻ 2025 ദസ് ഫിറ്റ്നസ് ട്രാക്കേഴ്സ്, ദസ് ലോട്ട് ഓഫ് പറഞ്ഞ പോലെ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. ദസ് ലൈക്ക് ഇൻസ്റ്റാഗ്രാം കോച്ചസ്, ലൈക്ക് സോഷ്യൽ മീഡിയ കോച്ചസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇഫ് യു ആർ ഏബിൾ ടു സ്റ്റാർട്ട് യുവർ ജേർണി ടുഡേ വിത്ത് ഓൾ ദ നോളജ് ദാറ്റ് യു ഹാവ്, ലൈക്ക് ഈ 20 വർഷത്തെ എല്ലാ നോളജും കൂട്ടിയെടുത്തിട്ട്, ഹൗ ഡു യു ഡു ഇറ്റ്? ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടും വേണം. ലൈക്ക് ഫ്രം എക്സ്പീരിയൻസ് നിന്ന് എനിക്ക് ഇറക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ടെക്നോളജി വൈസും നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും വേണം. കാരണം ഇപ്പോൾ നമുക്ക് കാലറി ട്രാക്കേഴ്സ് ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്റേഴ്സ് ഉണ്ട്. സോ ഒരാളുടെ ഇപ്പോൾ നമ്മൾ പുതിയൊരു ക്ലയൻറ്റ് വരികയാണെങ്കിൽ കൂടി അയാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അയാളുടെ ബോഡിയിൽ എന്തൊക്കെ ലാക്ക് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ ഡോക്ടറെ സജഷൻ വേണമെങ്കിൽ അങ്ങനെ വിട്ട് അത് ട്രീറ്റ് ചെയ്ത്, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നീഡ് ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് വിട്ട്, സോ ഓപ്ഷൻസ് ഒരുപാടാണ്. സോ അങ്ങനെയാണ് ഒരാളെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ. ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, എല്ലാ പണിയും ട്രെയിനർക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ദർ ആർ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അയാളെ അതിലൂടെയൊക്കെ കൊണ്ടായിട്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ കൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പണ്ടത്തെ പോലെയൊക്കെ എന്താ പറയുക അഡ്വാൻസ്ഡാണ് കാര്യങ്ങൾ. സോ നമുക്ക് ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും ഒക്കെ നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും വർക്ക് ചെയ്താലാണ് ഒരു ഹോളിസ്റ്റിക് ഫിറ്റ്നസ് എന്നുള്ള രീതിയിൽ ഒരാളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ടാർസൻ യോഗി എന്ന പേരിനെ പറ്റിയാണ്. ടാർസൻ ഈസ് എ ഫിഗർ ദാറ്റ് വി നോ ലൈക്ക് വെരി വെൽ, എല്ലാവർക്കും അറിയുന്നൊരു ഫിഗറാണ്. സോ ഹീസ് എ വെരി റോ പേഴ്സൺ, അതായത് ഭയങ്കര റോ ആയിട്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കേട്ടുകൊണ്ടിരുന്നതാണ്. യോഗി ഈസ് സമൺ ഹൂ റീച്ചസ് അറ്റ് പീസ്, ഭയങ്കര പീസായിട്ട് കാമായിട്ടിരിക്കുന്നത്. ഇത് ഒരു കുറേ കാലം മുമ്പ് ചെയ്ത യൂസർ നെയിം അതറിയാം, ബട്ട് വൈ ടാർസൻ യോഗി? അതിന് പിന്നെ ഒരു കഥയുണ്ട്. നമുക്ക് റാഹിബ് എന്ന് പറഞ്ഞ ഭീകരനെ അറിയാം. ഭീകരനാണ് ആക്ച്വലി എനിക്ക് ഈ പേരിട്ടത്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഞങ്ങൾ ഒരു ടേബിളിൽ ഇരിക്കുകയായിരുന്നു, കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭീകരൻ പറയും, ഭീകരൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര മോട്ടിവേറ്റഡാണ്. നിങ്ങൾക്കൊരു സ്പെഷ്യൽ നെയിം വേണം, എല്ലാവർക്കും വേണം, ഒരു യുണീക്ക് നെയിം വേണം. അപ്പോൾ ടാർസൻ യോഗി നിനക്ക് പറ്റിയ പേരാ. അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ, ഞാനും ഈ കാട്ടിലും മരങ്ങളിലും നടക്കുന്നുണ്ട്, അന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഭയങ്കര എന്താ പറയുക അത് കണക്റ്റഡായി തോന്നി ആ പേര്. അങ്ങനെ ആ പേര് വരാൻ കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ റോ എന്ന് പറഞ്ഞ രീതി എനിക്ക് എപ്പോഴും ഒരു റോ മെത്തേഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. റോ ആയിട്ടുള്ള കാര്യങ്ങൾ
മീൻസ് ഇപ്പോൾ റണ്ണാണെങ്കിലും വർക്കൗട്ടാണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഏറ്റവും അതിൻ്റെ റോ ഫോമിൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. മീൻസ് ജിമ്മിൽ എനിക്ക് പാട്ട് വേണമെന്നില്ല, AC വേണമെന്നില്ല, എനിക്ക് ആളുകളും പാടില്ല. ഈ ജിമ്മിൽ പാട്ടില്ലാതെ വർക്കൗട്ട് ഫൈറ്റിംഗ് മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വലിയ ഭീമുണ്ട്. നോട്ട് ഇൻ ടു ദാറ്റ് ഏരിയ. യെസ്. സോ എനിക്ക് മ്യൂസിക് ഇഷ്ടമല്ല. ജിമ്മിൽ വേറെ ആൾക്കാർ ഇല്ലാത്തതാണ് ഏറ്റവും സന്തോഷം. എനിക്ക് എൻ്റെ തന്നെ ശ്വാസവും ആ കിതപ്പും ആ എന്താ പറയുക ഗ്രൗൾസ് എന്നൊക്കെ പറയില്ലേ, സ്വയം പുഷ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടെങ്കിലാണ് എനിക്ക് അറ്റ്മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുള്ളൂ. എനിക്കിപ്പോഴും ആ ഒരു പോയിന്റ് എനിക്ക് അങ്ങ് ഗെറ്റ് ഓവർ ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിഫൈയുടെ ആഡ് വന്നാൽ തന്നെ സെറ്റ് അവിടെ വെച്ചിട്ട് ഇതാണ് നമ്മൾ വേറൊരു സാധനത്തിന് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കത് എല്ലാ കാലത്തും ചെയ്യാൻ കഴിയില്ല. സോ അതിന് ഏതൊരു സിറ്റുവേഷനിലും അഡാപ്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് ഞാൻ പ്രിയോറിറ്റി കൊടുക്കുന്നത്. സോ അവിടെ നിങ്ങളെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല, ഒരു സാഹചര്യങ്ങൾക്ക് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനും അതേപോലെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സും കിട്ടിയിട്ടുണ്ട്. ഉബൈദിൻ്റെ പേര് ഞാൻ പറയാം. സോ ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഫ്രണ്ട്സും നമ്മുടെ കൂടെയുണ്ട്. സോ പുള്ളി ഇതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യാൻ പോണത്, ഇവിടെയാണ് ചെയ്യാൻ പോണത്, വാ പറയുന്ന ആൾക്കാരില്ലേ. സോ ആ റോ സാധനങ്ങൾ കൂടെ വരുമ്പോൾ പിന്നെ ഭയങ്കര ഫയറായിരിക്കും അവിടെ. നമ്മുടെ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ മെയിലിൻ്റെ എന്താ പറയുക മാക്സിമം ഒരു എന്താ പറയുക ആ ഒരു സാധനം വരണമെന്നുണ്ടെങ്കിൽ ആ റോ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, വിത്തൗട്ട് എനി സോങ്സ് അഗെയിൻ എനിക്ക് വേറെ ഇത് പേഴ്സണലായിട്ട് സംശയം കേട്ടോ. ഐ ഹേറ്റ് വർക്കിംഗ് ഔട്ട് അലോൺ. എനിക്ക് ഒറ്റയ്ക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. ഐ നീഡ് സമ്മൺ. ഈ പറയുന്ന പാട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മോട്ടിവേഷനെങ്കിലും എനിക്ക് വേണം. ലൈക്ക് ഐ എം നോട്ട് ഗുഡ് വിത്ത് വർക്കിംഗ് ഔട്ട് അലോൺ. മേ ബി വെൻ ഇറ്റ്സ് കം ടു പാർക്ക് ഓർ യെസ് എനിക്ക് ഐഡിയ കിട്ടും. ഹൗ ഡു യു മാനേജ് ടു വർക്ക്ഔട്ട് അലോൺ? ലൈക്ക് ഞാൻ തുടങ്ങിയത് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് തുടങ്ങിയത്. അതിൻ്റെ പുറകിൽ ഒരു സ്റ്റോറിയുണ്ട്. എനിക്ക് ഈ ആഗ്രഹം വന്നു തുടങ്ങിയ സമയത്ത് ഞാനൊരു തെറ്റും ചെയ്തിട്ടുണ്ട്. അതും ഞാനിവിടെ കോൺഫെഷൻ പറയാം. ലൈക്ക് അപ്പോൾ എനിക്ക് മസിൽ ഉണ്ടാക്കണമെങ്കിൽ ഡംബൽസും വെയിറ്റും വേണം. അപ്പോൾ +2 പഠിച്ച സ്കൂളിൽ ഞാനും എൻ്റെ സുഹൃത്തും അവിടുന്ന് അറിയാണ്ട് അവിടുന്ന് ഒരു 4 കിലോൻ്റെ ഡംബൽ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. സോ ആ സ്കൂൾ അധികൃതരോട് ഞാൻ സോറി പറയുകയാണ്. സ്കൂളിലെ പേര് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ചാക്കിൽ മണൽ കെട്ടിയിട്ട് വലിക്കും. ലാറ്റ് പുൾ ഡൗൺ ആണെന്ന് പിന്നെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അതെടുത്ത് ഇങ്ങനെ വലിക്കും വെയിറ്റ് എടുത്ത് അങ്ങനെ പോക്കും. അപ്പോൾ സെൽഫായിട്ട് അങ്ങനെ ബിൽഡ് ചെയ്ത് വന്ന് ഒരാളായതുകൊണ്ട് ഒറ്റയ്ക്കായാലും കുഴപ്പമില്ല. കാരണം ആ ഒരു മൈൻഡ് സെറ്റ് ഓൾറെഡി എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ആരും ഇല്ലെങ്കിലും ഞാനത് ചെയ്യും. അത് പാതിരയായാലും ചെയ്യും, പകലായാലും ചെയ്യും. ഇപ്പോൾ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് എൻ്റെ റിക്കവറിയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഡെയിലി കണ്ണും പൂട്ടി ചെയ്യുമായിരുന്നു. ഇപ്പോൾ തലേദിവസം സ്ലീപ്പ് കുറച്ചും കൂടി നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്ലീപ്പ് അതുപോലെ റിക്കവറി എങ്ങനെയുണ്ട് അതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. കാരണം 40 ഇപ്പോൾ ഈ ഇയറിൽ ആവാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെ പോലെ അത്ര യങ്സ്റ്റേഴ്സിനെ പോലെ റിക്കവറിയൊക്കെ കുറച്ച് സ്ലോ ആവും. സോ ബുദ്ധിപരമായിട്ട് അങ്ങനെ ചെയ്യുന്നുള്ളൂ. എന്നാലും ചെയ്യും, ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മറ്റേ ഫഹദ് ഫാസിലിൻ്റെ ഡയലോഗ് അറിയില്ലേ, ഞാൻ തോൽവിയിൽ നിന്നാണല്ലോ തുടങ്ങിയത്, അതല്ല ഞാൻ ഒറ്റയ്ക്കാണല്ലോ തുടങ്ങിയത്. സോ ഓക്കെ, ബിഫോർ ദി ലൈക്ക് നമ്മളിതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം, ഇറ്റ്സ് ലൈക്ക് വെരി ഡീപ്. ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കും, ലൈക്ക് വെൻ വി ലീവ് ദിസ് വേൾഡ്, അതായത് ടാർസൻ യോഗി എന്ന പേര് കേൾക്കുന്ന സമയത്ത് വാട്ട് യു വാണ്ട് പീപ്പിൾ ടു റിമെമ്പർ, വാട്ട് യു വാണ്ട് പീപ്പിൾ ടു ഫീൽ? അതൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ നമുക്കറിയാം ഇനിയിപ്പോൾ എത്രയൊക്കെ നിങ്ങൾ ഫിസിക്ക് ബിൽഡ് ചെയ്താലും നല്ല ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്താലും വൺ ഡേ യു ഹാവ് ടു ലീവ്, റൈറ്റ്? സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലൈഫ് തന്നിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റി, ഇവിടെ ഹ്യൂമൻ ബീയിങ് ആയിട്ട് വന്നിട്ടുള്ള ഈ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. സോ നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു സന്തോഷം കിട്ടുക, അല്ലെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ കാരണം ഒരാൾക്ക് അയാളുടെ ലൈഫ് ബെറ്റർ ആവുക. അതും അതെ, കുറേ റീഹാബിലിറ്റേഷൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, കുട്ടികളുടെ കൂടെ ചെയ്തിട്ടുണ്ട് കോവിഡ് ടൈമിലൊക്കെ. എന്നാലും നോർമൽ ആൾക്കാരായാലും ശരി, ഒരുപാട് പേരെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്, നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവരെ ബെറ്റർ ലൈഫിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കുറച്ചു കാലെങ്കിലും നമ്മളെ ആരെങ്കിലുമൊക്കെ ഓർക്കും, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അയാൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, അയാൾ കുറച്ചൊരു പ്രാന്തനായിരുന്നു, അയാൾ എന്ത് എക്സ്ട്രീമും ചെയ്യും. ലൈക്ക് എന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു നോർമൽ ഹ്യൂമൻ ബീയിങ്, ആ ഒരു 5 ഫീറ്റ് സംതിങ് ഹൈറ്റുള്ള ചെറിയ 60 കിലോ വെയിറ്റുള്ള ഒരു മനുഷ്യനാണ്.
പക്ഷേ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു എക്സാമ്പിളായിട്ട് എന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പല ചലഞ്ചസും ഞാൻ പോയി ഏറ്റെടുക്കുന്നതും അത് ചെയ്യുന്നതും. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബോഡിയെയും മൈൻഡിനെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആർക്കും ഇത് ചെയ്യാം, ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ യു ഹാവ് ടു ഹാവ് സം ഗോൾ. കുറച്ച് ഡെഡിക്കേഷനും ടൈമും കുറച്ച് സ്പിരിറ്റും ഒക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഞാനും അത്ര ടോപ്പായിട്ടല്ല പറയുന്നത്, പക്ഷേ ഇത്രയും കാലത്തെ റേസും ഇങ്ങനത്തെ എക്സ്പീരിയൻസും കൊണ്ട് പറയുക. സോ അങ്ങനത്തെ ഒരു എക്സാമ്പിളായിട്ട് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ ബി മോർ ഹാപ്പിയർ. ഐ ഡോണ്ട് ഹാവ് എനി അതർ ക്വസ്റ്റ്യൻസ്. അപ്പം ഇറ്റ്സ് ഗുഡ് ടു ഹാവ് യു ഹിയർ. താങ്ക് യു. ചെറിയൊരു കോൺവെർസേഷനാണ്, പക്ഷേ ദിസ് എ ലോട്ട് ഓഫ് ഇൻസൈറ്റ് ദാറ്റ് ഐവ് ലേൺഡ്. എനിക്ക് പഠിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, എസ്പെഷ്യലി അബൌട്ട് ട്രെയിനിങ് അലോൺ. അതായത് എൻ്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ രീതി മാറ്റണം എന്നുള്ള സംഭവം ലൈക്ക് ഐ റിയലൈസ്ഡ്. അതായത് ഈവൻ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും ഐ ആം ബീങ് ഡിപ്പെൻഡൻറ്റ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ പോകുന്നത്. സോ മേ ബി ഐ ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് എന്താ പറയുക ഒറ്റയ്ക്കുള്ള മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ. എനിവേസ് താങ്ക് യു. താങ്ക്സ് അലോട്ട് ഇങ്ങനത്തെ ഒരു ഷോ അല്ലെങ്കിൽ കോൺവെർസേഷൻ ഒരുക്കിയതിന്. കാരണം എൻ്റെ കഥകൾ കേൾക്കാൻ ചാൻസുകൾ ഈ ബിസി ലൈഫിൽ ആർക്കും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരങ്ങളിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. ഇല്ല, നമ്മൾ ഈ ഒരു സംഭവം ഉദ്ദേശിക്കുന്നതിനെ കൊണ്ട് ഇപ്പം ശ്രീത്ത് പറഞ്ഞ പോലെ ദേ ഷുഡ് ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയ പോലെ ലിസണേഴ്സിനും കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റട്ടെ. താങ്ക് യു. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് എ ലോട്ട്.